എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ ഫോക്കസ് ഗ്രൂപ്പിലെ ആദ്യത്തെ ക്ലാസ്സാണ്. ജാവാസ്ക്രിപ്റ്റാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ വെബ് ടെക്നോളജീസ് ഉണ്ട് സിലബസിൽ. അതിൽ ജാവാസ്ക്രിപ്റ്റ്, HTML, PHP അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് കുറച്ച് ബേസിക്സ് മാത്രമാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോരോ കാര്യങ്ങൾ. ആദ്യം തന്നെ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്നുള്ളതാണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഇതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ക്ലയൻറ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രൗസറിലാണ്, വെബ് ബ്രൗസറിലാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു സെർവറിലല്ല, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഭാഗത്താണ്, ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചു വരാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഇതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. എന്താണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? വെബ്സൈറ്റിനെ ഇൻട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് നമ്മളെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. വൺസ് കമ്പൈൽഡ്, ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ് ക്യാൻ എക്സിക്യൂട്ട് ഓൺ എനി പ്ലാറ്റ്ഫോം വിത്ത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഒരു തവണ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ് ക്യാൻ എക്സിക്യൂട്ട് ഓൺ എനി പ്ലാറ്റ്ഫോം വിത്ത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ. അപ്പോൾ സപ്പോർട്ടുള്ള എവിടെയും അതിന് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ മെഷീനിൽ നമ്മൾ ഉണ്ടാക്കിയ കോഡാണെന്ന് വെച്ചിട്ട് ആ മെഷീനിൽ മാത്രമല്ല, ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ടുള്ള മറ്റേത് ബ്രൗസറിലും അത് റൺ ആയിക്കോളും, വേറെ ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫൗണ്ടർ ബ്രെൻഡൻ ഈച്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ലൈറ്റ് വെയിറ്റ് വേർഷൻ ഓഫ് ജാവ എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1995 ജാവാസ്ക്രിപ്റ്റ് ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടത്. ആരാണ്? ബ്രെൻഡൻ ഈച്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നെറ്റ്സ്കേപ്പ് 2 വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ പേര് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്, മോച്ച, MOCHA. ജാവാസ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ പേര് എന്താണ്? മോച്ച. മറ്റ് പേരുകളോട് ഓർത്ത് വെക്കുക. ലൈവ് സ്ക്രിപ്റ്റ്, ECMA സ്ക്രിപ്റ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നതും ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ മറ്റ് പേരുകൾ മോച്ച, ലൈവ് സ്ക്രിപ്റ്റ്, ECMA സ്ക്രിപ്റ്റ്. ബ്രെൻഡൻ ഈച്ചാണ് ഫൗണ്ടർ. 1995 ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. HTML-നൊപ്പമാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ PHP ആണെങ്കിൽ അതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. VB സ്ക്രിപ്റ്റ് ഉണ്ട്, അതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെല്ലാം തന്നെ നമ്മൾ HTML ഡോക്യുമെൻറ്റിനൊപ്പമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഒരു HTML കോഡിനുള്ളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ പ്രത്യേകമായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ HTML പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന്, നമ്മുടെ HTML പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ആ HTML അല്ലെങ്കിൽ HTML കോഡ് നമ്മൾ എഴുതുമ്പോൾ ആ കോഡിനകത്ത് എങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ചേർക്കുന്നതെന്ന് നോക്കാം. ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്നൊരു ടാഗ് ഉണ്ട്, സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ, നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ടാഗ് ഉണ്ടല്ലോ, ആ ഹെഡ് ടാഗിനുള്ളിലായിട്ട് നമുക്ക് ചേർക്കാവുന്ന ഒരു ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. ബോഡി ടാഗിനുള്ളിലായിട്ടും വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് ചേർക്കാം. ജസ്റ്റ് സ്ക്രിപ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക, ദെൻ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം എന്താ, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ HTML പേജിലേക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ നമുക്ക് ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ, നമ്മുടെ കോഡെല്ലാം ജാവാസ്ക്രിപ്റ്റ് കോഡ് മുഴുവൻ ചേർത്തിട്ട് ഒരു ഫയൽ നെയിം .js എന്ന എക്സ്റ്റൻഷനിൽ ആ ഫയൽ നമ്മൾ സേവ് ചെയ്യണം. അതിനുശേഷം ഈ ഫയലിനെ നമ്മുടെ HTML കോഡിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ടാഗ് വഴി തന്നെയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, നോക്കുക, ഏറ്റവും അവസാനത്തെ പോയിന്റ്, സ്ക്രിപ്റ്റ് src = ആ ഫയലിൻ്റെ പേര്, ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത്? src എന്നൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് src ആണ് കേട്ടോ, href അല്ല, src ആണ്. അപ്പോൾ srcയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് ജാവാസ്ക്രിപ്റ്റ് ഫയലിനെയാണോ നമ്മുടെ HTML ഫയലിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത്, ആ പർട്ടിക്കുലർ ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ പാത്താണ്. ഇവിടെ ജസ്റ്റ് ഫയൽ നെയിം മാത്രമേ ഉള്ളൂ, സെയിം ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഫയൽ നെയിം മാത്രം. അല്ലെങ്കിൽ എവിടെയാണോ ആ പർട്ടിക്കുലർ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഫയലിൻ്റെ പാത്ത് നമ്മൾ എടുക്കുക, srcയിൽ കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ഇതുപോലെ സ്ക്രിപ്റ്റ് src = ഇങ്ങനെ ആ ഫയലിൻ്റെ പേര് കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, പിന്നെ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി, അങ്ങനെ നമുക്ക് HTML ഫയൽ ഉണ്ടാക്കിയെടുക്കാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഇവിടുത്തെ എക്സാമ്പിൾ പ്രകാരം myscript.js എന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് ഇമ്പോർട്ടായി നമുക്ക് കിട്ടും. ഓക്കെ, അല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒന്നും ചെയ്യുന്നതിന് പകരം ജസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുക, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക, അതിന് താഴെയായിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് ചേർത്തിട്ട് അത് തീരുമ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ HTML പേജ് കുറച്ച് വലുതാവും എന്നുള്ളതേ ഉള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജ് വലുതാവത്തൊന്നുമില്ല, പേജ് വളരെ ചെറുതായിരിക്കും. അതായത് നമ്മുടെ കോഡ് HTML കോഡ് വളരെ ചെറുതായിരിക്കും. കാര്യം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ വേറൊരത്തല്ലേ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക, .js ആണ് കേട്ടോ, .js. ഇനി അടുത്തത് ജാവാസ്ക്രിപ്റ്റിനകത്ത് നമ്മൾ പ്രധാന പോയിന്റുകളിലോട്ട് ഡയറക്റ്റ് പോവാണ് കേട്ടോ, ഡയറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് പറയുവാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ C ഔട്ട് വെച്ചിട്ടല്ലേ നമുക്ക് C++ൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജാവ നോക്കിക്കഴിഞ്ഞാൽ system.out.println പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുക. സിയിൽ printf ആണ്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് രീതി ഇന്നർ HTML ഒബ്ജക്റ്റ് ആണ്. എന്താണ് ഇന്നർ HTML ഒബ്ജക്റ്റ്? അപ്പോൾ ഇവിടെ എന്താണ് എക്സാമ്പിൾ എന്ന് നോക്കാം. P എന്നൊരു ഒബ്ജക്റ്റ് പാരഗ്രാഫ് ടാഗാണ്. ID =demo പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു. അതായത് ഞാൻ എന്താണ് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക, അതിന് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന് താഴെ കണ്ടോ document.getElementById, അത് ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. document.getElementById demo.innerHTML 5+6 ലാസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് എന്നുള്ള മീനിങ് ആണ്. getElementById എന്ന് പറഞ്ഞാൽ ഡെമോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെമോ എന്ന ID ഉള്ള എലമെൻറ്റിനെ എടുക്കുക. ഇവിടെ ഏതാണ് എലമെൻറ്റ്? P ആണ് അല്ലേ, പാരഗ്രാഫാണ്. .innerHTML. അപ്പോൾ innerHTML എന്ന ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് ഈ പർട്ടിക്കുലർ ഡെമോ എന്ന പേരുള്ള ഒബ്ജക്റ്റിലേക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ എലമെൻറ്റിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഡെമോ എന്ന പേരുള്ള എലമെൻറ്റ്? ഒരു പാരഗ്രാഫ് ടാഗാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് എന്തോ റൈറ്റ് ചെയ്യണം. എന്താ റൈറ്റ് ചെയ്യേണ്ടത്? 5+6. 5+6 എത്ര? 11. അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് ടാഗിൻ്റെ കണ്ടൻറ്റായിട്ട് എന്ത് ഡിസ്പ്ലേ ആവും? 11 എന്ന് ഡിസ്പ്ലേ ആകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്നർ HTML ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ പേരൊന്ന് ഓർത്ത് നോക്കുക. രണ്ടാമത്തെ രീതി വളരെ സിമ്പിളാണ്, document.write. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ നമുക്ക് എന്താ document.write എന്ന് കൊടുത്തിട്ട് അതിനകത്ത് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്കൊരു നമ്മുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ വെബ് പേജിലായിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഇന്നർ HTML അത് എന്തായിരുന്നു? ആ P ടാഗ് അല്ലേ, ഒരു പാരഗ്രാഫായിട്ടായിരിക്കും ആ കണ്ടൻറ്റ് വരുന്നത്. P ടാഗിന് ഒരു H1 ടാഗ് ആണെങ്കിൽ H1 നല്ല സൈസിലല്ലേ, അപ്പം വളരെ വലിയ സൈസിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ ഡിസ്പ്ലേ ആയി കിട്ടും. ആ എലമെൻ്റ് അനുസരിച്ച് മാറി വരും. അതാണ് ഇന്നർ HTML. ഇവിടെ document.write ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് സാധാരണ ടെക്സ്റ്റ് വരുന്ന പോലെ ഈ 11 എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ, അതാണ് document.write. അടുത്ത window.alert. window.alert എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ window.alert 5+6 എന്ന് കൊടുത്താൽ ഒരു അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ആവും കേട്ടോ. ഒരു അലേർട്ട് ബോക്സ്, നമ്മൾ അലേർട്ട് ബോക്സ് കണ്ടിട്ടുണ്ട്, ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ വിസിബിളായിട്ട് അതിലായിരിക്കും 11 എന്നുള്ള കണ്ടൻറ്റ് വരുന്നത്. അല്ലാതെ വെബ് പേജിലായിരിക്കത്തില്ല റൈറ്റ് ചെയ്ത് വരുന്നത്. ആ പേജ് ലോഡാവുന്ന സമയത്ത് ഒരു അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നുകൂടെ ഉണ്ട്, console.log. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല, console.log. അത് ഡീബഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഡീബഗിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഡിസ്പ്ലേ മെത്തേഡാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ console.log ആണ്. console.log അല്ലാതുള്ള window.alert മനസ്സിലായിട്ടുണ്ട്, document.write മനസ്സിലായിട്ടുണ്ട്, ഇന്നർ HTML ഒബ്ജക്റ്റും മനസ്സിലായിട്ടുണ്ട്. ഇനി പോപ്പപ്പ് മെസ്സേജുകൾ വരുന്നതിന് window.alert കൂടാതെ നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുമുണ്ട്. പ്രോംപ്റ്റ്, കൺഫേം എന്നൊക്കെ പറഞ്ഞ മറ്റു മാർഗ്ഗങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കിനി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോരോ ചെറിയ വീഡിയോസായിട്ട് നമുക്ക് എല്ലാ കൺസെപ്റ്റും പഠിക്കാം. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്.